അദ്ദേഹമായിട്ട് ഞാൻ വളരെ നല്ല സൗഹൃദത്തിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ പുള്ളിയോട് ആരൊക്കെ എന്തോ തെറ്റിദ്ധാരണയൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഞങ്ങൾ സംസാരിച്ചു. വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ വിളിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ നമ്പർ തന്നെ കൊടുത്തത് പോലും പുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയുകയും ചെയ്തു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, വരണം എന്ന് അദ്ദേഹമാണ് എന്നോട് പറയുന്നത് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കുഴപ്പമില്ല ചേട്ടാ വരാം. എന്നെ അവിടെ നിന്ന് വിളിച്ചു, ഞാൻ പോയി. ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു, ഈ പ്രോഗ്രാമിന് കയറി. അപ്പം ഞാനിത് കയറുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഞാൻ വനംവകുപ്പിലൊരു ഉദ്യോഗസ്ഥയാണ്. അപ്പം നമ്മുടെ ഈ ശാസ്ത്രീയതയും അശാസ്ത്രീയതയും തമ്മിലുള്ളൊരു സംസാരമാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചു വന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ എന്നെ സർക്കാർ പഠിപ്പിച്ചൊരു രീതിയുണ്ട്. എനിക്കതിൽ നിന്നും ഒരിക്കലും മാറാൻ പറ്റില്ല. കാരണം ഞാൻ തുടക്കം മുതൽ അത് പഠിച്ച് അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പുള്ളിയെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടും അവിടെ ശരിക്കും ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചർച്ചയില്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് കുറച്ച് യൂട്യൂബ് ചാനലുകാരൊക്കെ കൂടി ഇതിനെ എടുത്തിട്ട് എനിക്ക് തോന്നുന്നു AI വെച്ചൊക്കെ ഞാനും പുള്ളിയും കൂടെ അടികൂടുന്ന പടം വരെയൊക്കെ വച്ചിട്ടൊക്കെ ഒരുപാട് യൂട്യൂബിലൊക്കെ ഒത്തിരി എണ്ണം വന്നായിരുന്നു. എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു, നിങ്ങൾ തമ്മിൽ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞങ്ങൾ തമ്മിൽ എനിക്ക് പുള്ളിയായിട്ട് യാതൊരു വിധത്തിലുള്ള എനിക്ക് ആ മനുഷ്യനോടും എനിക്ക് അങ്ങനെ വരിക. കാരണം ഞാൻ ചെയ്യുന്നതും പുള്ളി ചെയ്യുന്നതും ശരിക്കും ഒരു കാര്യം തന്നെയാണ്. പാമ്പ് പുള്ളിയെ കടിച്ചാലും എന്നെ കടിച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലൊരു ഈഗോ പ്രശ്നം വരേണ്ട കാര്യം, എനിക്ക് പുള്ളിയോട് ഈഗോ തോന്നേണ്ട കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് തോന്നേണ്ട കാര്യമോ ഇല്ല. പിന്നെ അതിലൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അദ്ദേഹം അതല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കതിൽ നിന്ന് എന്തായാലും വ്യതിചലിച്ച് ഒരു സപ്പോർട്ട് കൊടുത്ത് ഒരിക്കലും സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. ഇത് ആൾക്കാർ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ചില വീഡിയോയിലൊക്കെ പുള്ളിയുടെ തന്നെ ഫാൻസായിട്ടുള്ളവരൊക്കെ ഒരുപാട് മോശം പറയാറുണ്ട്. അപ്പോൾ ചിലത് കാണുമ്പോൾ വിഷമം തോന്നും. കാരണം നമ്മളൊരു മനസ്സാവാച അറിയാത്തൊരു കാര്യത്തിൽ, കാരണം ചേച്ചി പറഞ്ഞതുപോലെ ഞാനും പുള്ളിയും കൂടെ സെൽഫി എടുത്താൽ ഞങ്ങൾ പിരിയുന്നത്, അത്രയും കാര്യമായിരുന്നു. അപ്പോൾ അതിന് പിന്നീട് ഇങ്ങനെ മറ്റൊരു രീതിയിൽ ഇത് വന്നപ്പോൾ ശരിക്കും അതിശയം തോന്നി. അയ്യോ, ഇതിന് മാത്രം അവിടെ ഒന്നും ശരിക്കും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ആൾക്കാർ പുറത്തത് മറ്റൊരു രീതിയിലെടുത്ത് അതിനെ വീണ്ടും പുള്ളിയുമായി ഒരു ശത്രുതയിലേക്ക് മാറ്റിക്കൊണ്ടു പോയി എന്നുള്ളതാണ്.